കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ആപ്പിനെ പരിചയപ്പെടുത്തി തരാനാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മൃഗത്തിനെ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പരിചയമില്ലാത്ത ഫ്രൂട്ട്സ് കണ്ടു, അതുപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ്, എന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ടു, അതിൻ്റെ പേരോ അതിൻ്റെ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഗൂഗിളിൽ കയറി ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ പേര് വേണം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നമുക്കറിയണം. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു ആപ്പ് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും വോയിസ് റെക്കഗ്നീഷനേക്കാളും കുറച്ചുകൂടി മുൻപന്തിയിലായിട്ട് ഒരു പിക്ചർ റെക്കഗ്നീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ ബാക്കി വീഡിയോ കാണുക. ഒരു ഒബ്ജക്റ്റ് കാണിച്ചതിന് ശേഷം നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരുന്ന ക്യാം ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ആപ്പിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ക്യാം ഫൈൻഡ് എന്ന് ടൈപ്പ് ചെയ്യാം. CAMFIND ടൈപ്പ് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് നേരിട്ട് ഇത് കിട്ടുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ 4 റേറ്റിംഗ് ഉള്ള ഒരു ആപ്പാണിത്. വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമ്മളിപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലുള്ള നമുക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോസ് എടുത്ത് കൊടുത്താൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് തരും. ഇനി ഓപ്പൺ ചെയ്യുകയാണ്. ക്യാം ഫൈൻഡ് ഓപ്പൺ ആയ ഉടനെ ഇങ്ങനെ ക്യാമറയുള്ള ഒരു ഭാഗമാണ് വരിക. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തിൻ്റെ ഡീറ്റെയിൽസ് ആണോ അറിയേണ്ടത് അതിൻ്റെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞങ്ങളിപ്പോൾ ഒരു ക്യാമറയുടെ ഫോട്ടോ ആണ് എടുക്കുന്നത്. എടുത്ത ഉടനെ സെൻഡിങ് ഐഡൻറ്റിഫൈങ് എന്ന് കാണാം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്താണോ ഈ ഒരു ക്യാമറ അതിനെ പറ്റിയിട്ട് ഈ ഒരു ആപ്പ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മൾ എടുത്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വോയിസ് ഓവറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. താഴെയായിട്ട് റിലേറ്റഡ് ഇമേജസ് എന്നുള്ള ഭാഗത്ത് ഈ ഒരു ക്യാമിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാണാം. നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ മോഡലുള്ള ക്യാമറയുടെ ഓൺലൈൻ ഡീറ്റെയിൽസും നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഷെയർ ഇമേജസ് എന്നുള്ള ഈ ഒരു ഭാഗം ഉപയോഗിച്ചിട്ട് നമുക്ക് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ബ്ലൂടൂത്ത് വഴിയൊക്കെ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഇമേജ് അതിൻ്റെ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്ത് ഫ്രണ്ട്സിന് കൊടുക്കാനും സാധിക്കും. പിന്നെ ഇതിലുള്ള ഒരു ഓപ്ഷനാണ് ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് നമ്മൾ ഈ ക്യാം ഫൈൻഡ് യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ടാവും. ഏതൊക്കെ ഒബ്ജക്ട്സ് ആണോ നിങ്ങൾ ഇതിനു മുന്നേ സെർച്ച് ചെയ്തത് അത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാനും പറ്റും. ഇനി കുറേ സെർച്ച് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ വന്ന് എടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് റിമൂവ് ചെയ്യണം, ഈ ഹിസ്റ്ററി വേണ്ട, അത് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മേലെ റൈറ്റ് സൈഡിലായിട്ട് ക്ലിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. സെറ്റിങ്സ് എന്നുള്ള ഭാഗത്തിൽ കുറച്ചുകൂടി കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ക്യാമറയുടെ ഫ്ലാഷ് യൂസ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ ഫ്ലാഷ് എന്നുള്ള ഭാഗത്ത് ഓൺ എന്നുള്ളതാക്കി കൊടുക്കും. ബാർകോഡ് സ്കാനിങ്ങും ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്സ് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു, അതിൻ്റെ വില അതിലില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാർകോഡ് സ്കാൻ ചെയ്യാനും സാധിക്കും. അലേർട്ട് വോയിസ് എന്നുള്ള ഭാഗം യൂസ് ചെയ്യുമ്പോഴാണ് എന്താണോ നിങ്ങൾ എടുത്തിട്ടുള്ള ഇമേജസ്, തപ്പിയ ഇമേജ്, അതിൻ്റെ വോയിസ് ഓവർ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ അലേർട്ട് വോയിസ് ഓൺ ചെയ്ത് വെക്കാം. അലേർട്ട് വോയിസ് സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എത്ര സ്പീഡിലാണോ ഈ ഒരു വോയിസ് ഓവർ കേൾക്കേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ആപ്പിൻ്റെ കൂടുതൽ ഓപ്ഷൻസ്. ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണ്. കാരണം നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് നോക്കണമെങ്കിലോ അല്ലെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് പരിചയമില്ലാത്ത വേറെ എന്തെങ്കിലും ഒബ്ജക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിലോ ഒക്കെ ഇത് ഉപകാരപ്പെടും. അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. സോ ഏത് ഒബ്ജക്റ്റിൻ്റെ ആണെങ്കിലും മാക്സിമം ഡീറ്റെയിൽസ് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു ഓൺലൈൻ ആപ്പാണ്. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം നമ്മുടെ ഫോണിലുള്ള ഡീറ്റെയിൽസ് അല്ല നമുക്ക് ഡിസ്പ്ലേ ആവുന്നത്. മിക്കവാറും നിങ്ങൾ എടുക്കുന്ന എല്ലാ ഇമേജസിൻ്റെയും എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആക്കി തരുന്ന ഒരു ആപ്പാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. ഈ ഒരു ആപ്പ് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തിയത്. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്കും ഇത് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ.